ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ടെഹ്റാനിൽ 3 തവണ പൊട്ടിത്തെറിയുണ്ടായെന്നാണ് റിപ്പോർട്ട്. വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് ഇസ്രയേൽ. സായ്കുമാറും സുനിലും വിവരങ്ങളുമായി. സുനിൽ, യുദ്ധഭീതിയിലാണ്. ഈ ഏറ്റുമുട്ടൽ തുടരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാന്റെ തിരിച്ചടി പ്രതീക്ഷിക്കാം. ഇറാന്റെ ജനവാസ മേഖലകളിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ മിസൈലുകൾ വന്ന് പതിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ഒറ്റയ്ക്കല്ലാതെ അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണം എന്ന രൂപത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? സ്മൃതി, എന്തായാലും ഈ വിഷയത്തിൽ കരുതലോടെ മാത്രമേ ഇന്ത്യ പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ മാത്രമല്ല ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്, അമേരിക്ക കൂടി പങ്കെടുത്തുള്ള ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്യുന്നത്. US സൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ CNN ഈ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക കൂടി പങ്കെടുത്തുള്ള ആക്രമണമാണ്. ഇതൊരു ചെറിയ ആക്രമണമല്ല, വലിയ ആക്രമണമാണ് എന്നുകൂടി CNN ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായി ആലോചനയോടുകൂടി ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാന് നേരെ നടത്തുന്ന ആക്രമണമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ പടക്കപ്പലുകൾ ഇസ്രയേൽ തീരത്തേക്ക് നീങ്ങിയിരുന്നു. മെഡിറ്ററേനിയൻ കടലിടുക്കിൽ എത്തി. USS എബ്രഹാം ലിങ്കൻ ഉൾപ്പെടെയുള്ള പടക്കപ്പലുകൾ എത്തിയിരുന്നു. ഒരുപാട് യുദ്ധവിമാനങ്ങൾ ഈ പ്രദേശത്ത് വിന്യസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രയേലിലും ഒരുപാട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ അമേരിക്കയുടെ സഹായത്തോടുകൂടി ആദ്യം ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തുക, അതിനെല്ലാ സഹായവും നൽകുക, ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായാലും അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു ആക്രമണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇറാൻമേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ചർച്ചകൾ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു അമേരിക്കയുമായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് എത്ര വരെ മുന്നോട്ട് പോകും, ഈ ഒരു ആക്രമണം എത്ര ദിവസങ്ങൾ നീളും? നമ്മൾ ഈ പല ഗസയിലൊക്കെ തന്നെ കണ്ടതുപോലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് സമാനമായ രീതിയിൽ വലിയ ആക്രമണമായി ഇത് തുടരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും ആശങ്കയോടെ തന്നെയാണ് ഇന്ത്യ സാഹചര്യങ്ങളെ നിരീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സൗഹൃദമുള്ള രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അടുത്ത രാഷ്ട്രമാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ തന്റെ സുഹൃത്തല്ല, തന്റെ സഹോദരനാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത്. ആ അളവിൽ വലിയ സൗഹൃദം ഇസ്രയേലുമായി കാത്തുസൂക്ഷിക്കുന്നു. ഇസ്രയേലുമായി വലിയ പ്രതിരോധ കരാറുകളിൽ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നു. അമേരിക്കയാണെങ്കിൽ ഇപ്പോൾ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ ദൃഢമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തന്ത്രപരമായിരുന്നു. ഇറാനും ഇപ്പോൾ വ്യോമപാത അടച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്നു.